ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം 4-ാം ദശകത്തിലെ 14-ാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ശ്ലോകം വരെ നമ്മൾ കണ്ടു എങ്ങനെയാണ് ഒരു ജീവാത്മാവ് പടിപടിയായി ഉയർന്ന് ഓരോ ലോകങ്ങളിലും എത്തിച്ചേരുകയും അവിടുത്തെ ദേവതകളാൽ സ്വീകരിക്കപ്പെട്ട് അവിടുന്ന് അടുത്ത തലത്തിലേക്ക് ഉയർന്നു പോയി എങ്ങനെയാണ് ബ്രഹ്മാണ്ടത്തെ ഭേദിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ചർച്ച ചെയ്തു നമ്മുടെ ചിന്ത, നമ്മുടെ യോഗബലം എങ്ങനെയാണ് നമ്മുടെ ഈ കൊച്ചു കൊച്ചു ലോകത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ട് ആ ബ്രഹ്മാണ്ടം മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയും വലുതായി മാറുന്നത്, അത്രയും വിശാലമായ കാഴ്ചപ്പാട് നമുക്ക് എങ്ങനെ ഉണ്ടാവുന്നു എന്നൊക്കെയാണ് നമ്മൾ അതിൽ ചർച്ച ചെയ്തത്. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ബുദ്ധിയും വിവേകവും ഒക്കെ നമുക്ക് ഈശ്വരൻ തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നത്. അത് ഈ മനുഷ്യ ജന്മത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് മോക്ഷപ്രാപ്തി ഉണ്ടാവുന്നത്? ആ ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചു, ഇനി മോക്ഷം ഭഗവാനിലേക്ക്, ഈശ്വരനിലേക്ക്, സാക്ഷാൽ ബ്രഹ്മത്തിലേക്ക്, നമ്മൾ നാരായണീയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന സാന്ദ്രാനന്ദാവബോധാത്മകം ആയിട്ടുള്ള ആ രൂപത്തിലേക്ക് നമ്മൾ ലയിക്കുന്നത്, മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ 14-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കുന്നത്. ശ്ലോകം ചൊല്ലിത്തരാം, ഒന്ന് കേട്ടു നോക്കൂ. അതിനുശേഷം നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. തസ്യ ചക്ഷിതിപയോ മഹോ നിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതീഃ തത്തദാത്മകതയാ വിശൻ സുഖീ യാതി തേ പദമനാവൃതം വിഭോ. ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ തുടർച്ചയായിട്ട് കേൾക്കണം. തസ്യ ച ക്ഷിതിപയോ മഹോനിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതീഃ തത്തദാത്മകതയാ വിശൻ സുഖീ യാതി തേ പദം അനാവൃതം വിഭോ. ഹേ വിഭോ, ഭഗവാനെ, സർവശക്തനായ ഗുരുവായൂരപ്പ, ഈശ്വര എന്ന് വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. തസ്യച്ച, ഉയർന്നു വന്നിട്ട് തസ്യച്ച, കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാണ്ടത്തെ ഭേദിക്കുന്നത് എത്തിയല്ലോ. ആ ബ്രഹ്മാണ്ടത്തിൻ്റെതായിട്ടുള്ള തസ്യ, അതിൻ്റെ ആ ബ്രഹ്മാണ്ടത്തിൻ്റെ എന്തൊക്കെ ആവരണങ്ങളാണ് എന്നാണ് അടുത്ത വരിയിൽ അല്ലെങ്കിൽ അടുത്ത വാക്കുകളിൽ പറയുന്നത്. ക്ഷിതി, നമുക്കറിയാം ക്ഷിതി എന്നാൽ ഭൂമിയാണ്, പൃഥ്വി. പയസ് എന്താണ്? പൃഥ്വി. പയസ് എന്ന് പറയുന്നത് ജലമാണ്. മഹസ് എന്ന് പറയുന്നത് തേജസ്സാണ്. മഹസ്, മഹോ അനില, അനിലൻ എന്ന് പറഞ്ഞാൽ വായുവാണ്. ദ്യോ, ആകാശത്തിനെയാണ് ദ്യോ എന്ന് പറയുന്നത്. ദ്യോ. അതിനുശേഷം എന്താണ്? മഹത്, അതായത് മഹത് തത്വം. പിന്നെ പ്രകൃതി, അതായത് മായ, നമ്മൾ ഈ കാണുന്ന മായ. ഇങ്ങനെയുള്ള സപ്തകാവൃതി, സപ്ത എന്ന് വെച്ചാൽ 7 ആവരണങ്ങളോട് കൂടിയിട്ടുള്ള ഈ
ബ്രഹ്മാണ്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ 7 ആവരണങ്ങളോട് കൂടിയിട്ടുള്ള ഈ ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചിട്ട് ഈ ആവരണങ്ങളിലേക്കൊക്കെ തത്തദാത്മകതയ ഓരോന്നിൻ്റെയും സൂക്ഷ്മഭാവത്തിലേക്ക് വിഷൻ അതിലേക്ക് പ്രവേശിച്ചിട്ട് ഈ ജീവാത്മാവ് ഉയർന്ന് ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് ഈ ബ്രഹ്മാണ്ടത്തിന്റെ 7 ആവരണങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ആ 7 ആവരണങ്ങളെയും അതിന്റെ സൂക്ഷ്മഭാവത്തിലേക്ക് അതിലേക്ക് പ്രവേശിച്ചിട്ട് ആ സൂക്ഷ്മഭാവത്തിൽ അതിലേക്ക് പ്രവേശിച്ചിട്ട് സുഖിയായി തീരുന്നു. സുഖി പരമാനന്ദ സുഖത്തെ അറിയുന്നവനായിട്ട്, ആ പരമാനന്ദ സുഖം എപ്പോഴാണ് എല്ലാം ഒന്നാണ് എന്നുള്ള അവസ്ഥയിൽ എല്ലാത്തിലേക്കും ഈ ബ്രഹ്മാണ്ടത്തിന്റെ എല്ലാ ഭാവങ്ങളിലേക്കും ലയിക്കുമ്പോഴാണ് സുഖി ആയിട്ട് മുക്തനായിട്ട് മാറുന്നത്. ആ ആനന്ദ സുഖം അനുഭവിച്ചുകൊണ്ട് സുഖി യാതി തേ പരം അനാവൃതം വിഭോ. യാതി പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. യാതി തേ പദം അനാവൃതം വിഭോ. അങ്ങയുടെ പദം, തേ പദം, നിന്തിരുവടിയുടെ ആ പദത്തെ വിഭോ യാതി അതിലേക്ക് പ്രാപിക്കുന്നു. എങ്ങനെയുള്ളതാണ് ആ പദം? അനാവൃതം. ഈ ബ്രഹ്മാണ്ടത്തിന് ആവരണങ്ങളുണ്ട്. ഓരോന്നും ഓരോ ആവരണം എന്ന് വെച്ചാൽ നമ്മൾ അതിരുകൾ, അതിർവരമ്പുകൾ എന്നൊക്കെ നമുക്ക് പറയാം. ഓരോ ആവരണം. മുട്ട എടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മാണ്ടം എന്നാണല്ലോ പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ മഞ്ഞയുണ്ട്, അതിന് പുറത്ത് വെള്ള ഇതുണ്ട്, അതിന് പുറത്ത് അതിൻ്റെ ചെറിയൊരു പാട പോലെ കാണാം, അതിൻ്റെ പുറത്ത് നമ്മൾ കാണുന്ന ബ്രൗൺ നിറത്തിലുള്ള തോടുണ്ട്. ഇതൊക്കെ ഉണ്ട്, അതിൻ്റെ ആവരണങ്ങളാണ് ഇതൊക്കെ, അല്ലേ? അങ്ങനെയാണ് ബ്രഹ്മാണ്ടവും ഉള്ളത് എന്ന് പറയുന്നത്. അതിൻ്റെ ആവരണങ്ങൾ എന്തൊക്കെയാണ്? ക്ഷിതി, പയോ, മഹോനില, ദ്യോ, മഹത്, പ്രകൃതി. ഇതൊക്കെയാണ് അതിൻ്റെ ആവരണങ്ങളായിട്ട് പറയുന്നത്, അല്ലേ? പൃഥ്വി, ജലം, മഹസ് തേജസ്, അനിലൻ വായു, മഹത്തത്വം, പ്രകൃതി. ഇങ്ങനെയൊക്കെയുള്ള ആ ഭാവങ്ങളെ എന്തു ചെയ്യുന്നു? അതിലേക്കൊക്കെ പ്രവേശിച്ചു കഴിയുമ്പോഴേക്കും പിന്നെ മറ്റെല്ലാം ഓരോന്നും ആവരണങ്ങളില്ലാത്ത ഭഗവാന്റെ ആ ഭാവത്തെ നമ്മളും പ്രാപിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അതിനെയാണ് മുക്തി എന്ന് പറയുന്നത്. നമ്മൾ ആ ഭഗവാന്റെ ഭാവത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേർതിരിവുകൾ പല തരത്തിലുള്ള ആവരണങ്ങൾ നമുക്കില്ല. നമ്മൾ ഓരോ ആവരണങ്ങൾ ഇട്ടുകൊണ്ടാണ് നമ്മളെ മുഖത്ത് നമ്മൾ ഓരോരോ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇത് ഞാനാണ്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ കുടുംബമാണ്, ഇതെൻ്റെ നാടാണ്, ഇതെൻ്റെ ഭൂമിയാണ് എന്ന് വരെ പറയുന്നു നമ്മൾ. എന്നിട്ട് നമ്മൾ മറ്റു പല സ്ഥലത്തേക്കും പോകുന്നു. അങ്ങനെ വിഭജിക്കപ്പെട്ടിട്ടുള്ള അതിർവരമ്പുകളോട് കൂടിയിട്ടുള്ളതാണ് നമ്മുടെ എല്ലാ ജീവജാലങ്ങളുടെയും ജീവനില്ലാത്തവയുടെയും ഒക്കെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഭഗവാനെ പ്രാപിച്ചു കഴിയുന്ന ഒരാൾക്ക് ഈ വേർതിരിവുകളൊന്നുമില്ല. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ഭൂമി? നമുക്കറിയാം, ഇതെൻ്റെ പറമ്പാണ്, എൻ്റെ 10 സെൻറ്റ് സ്ഥലമാണ്, ഈ 10 സെൻറ്റ് സ്ഥലത്തിലൂടെ ആരും നടക്കാൻ പാടില്ല എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലോ. അത് നമുക്ക് ആ വേർതിരിവുള്ളത് കൊണ്ടാണ്. കുറച്ച് കഴിയുമ്പം ഈ 6 അടി മണ്ണിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എല്ലാം വലിഞ്ഞ് ഇവിടെ നിന്ന് വെള്ളം വരുമ്പോൾ ഒലിച്ചപ്പുറത്തേക്ക് പോകുന്നു. ഇനി ജലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, ഇത് മുല്ലപ്പെരിയാർ തമിഴ്നാട്ടിൻ്റെ വെള്ളമാണോ കേരളത്തിൻ്റെ വെള്ളമാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടിയാണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. എൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല, നിൻ്റെ വീട്ടിലേ അത് പറ്റുള്ളൂ. നമുക്കിതൊക്കെ ഉണ്ട്, കാരണം ഇതൊന്നും താണ്ടാത്തവരാണ് നമ്മൾ. വായു പോലും പ്രശ്നമാണ്. വായുവിന് പോലും നമ്മൾ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം ഓക്സിജൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ നമുക്ക് എന്തൊക്കെ പ്രശ്നമായിരുന്നു. എല്ലാം നമുക്ക് ഓരോന്നും ഭാഗം വെച്ച് വീതിച്ചെടുത്തിരിക്കുകയാണ്. ഇത് എൻ്റെതാണ്, ഇത് നിങ്ങളുടേതാണ്, ഇത് നമ്മുടേതാണ്, ഇത് അവരുടേതാണ് എന്നൊക്കെ വീതം വെപ്പുകളൊക്കെ നമുക്കുണ്ട്. നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഭഗവാനെ അറിയുന്ന, ഭഗവാനെ പ്രാപിച്ചിരിക്കുന്ന ഒരു ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ഭാവമില്ല. എല്ലാം ഏകത്വമാണ്, പരമാനന്ദമാണ്. അവിടെ അയാൾ കൊണ്ടുപോയി, ഇയാൾ കൊണ്ടുപോയി, എൻ്റെത് ഇത്, അത് നിങ്ങളുടേത് എന്നുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ വരാനില്ല. അപ്പോഴാണ് നമുക്ക് മോക്ഷം, ആനന്ദം അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കും ഭഗവാനെ എന്നാണ് ചോദ്യമെങ്കിൽ, അറിഞ്ഞ് ഭഗവാന്റെ കഥ അറിഞ്ഞ് മനസ്സിലാക്കി പല രീതിയിലുള്ള മഹാന്മാർ എന്തൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നോ അതൊക്കെ കേട്ട് പഠിച്ചിട്ട് നമുക്ക് ആ ഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ തന്നെ നമുക്ക് മുക്തി കിട്ടുകയും ചെയ്യും.
അല്ലാണ്ട് നമ്മൾ വെറുതെ മരിച്ചതിന് ശേഷം എവിടെ പോകുമെന്ന് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ ഇതൊക്കെ ഭാഗം വെച്ച് മനസ്സിനുള്ളിൽ നിറച്ച് കാലുഷ്യം നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതാണ് ഭട്ടതിരിപ്പാട് നമുക്കിതിലൂടെ പറഞ്ഞു തരുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ആ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം. ചൊല്ലി നോക്കുക. തസ്യ ചക്ഷിതിപയോ മഹോനില ദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മഗതയാ വിശൻ സുഖീ യാതി തേ പദമനാവൃതം വിഭോ. ഹേ സർവശക്തനായിട്ടുള്ള ഭഗവാനെ, ആ യോഗിയുടെ ജീവാത്മാവ് ആ ബ്രഹ്മാണ്ടത്തിൻ്റെ പൃഥ്വി, ജലം, തേജസ്, വായു, ആകാശം, മഹത്തത്വം, മായ എന്നിങ്ങനെയൊക്കെയുള്ള 7 ആവരണങ്ങളിലേക്കും അതാതിൻ്റെ സൂക്ഷ്മരൂപത്തിൽ പ്രവേശിച്ചിട്ട് സുഖമായിട്ട് പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ആവരണങ്ങളൊന്നുമില്ലാത്ത ആ ഭഗവാന്റെ, ഈശ്വരൻ്റെ, ഗുരുവായൂരപ്പൻ്റെ ആ പാദങ്ങളെ, ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കുന്നു എന്ന് ആണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമ്മൾ ബ്രഹ്മാനന്ദം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഗുരുവായൂരപ്പന് ആ ബ്രഹ്മാനന്ദ സ്വരൂപനെയാണ് ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. അവിടെ കാലമില്ല, അവിടെ ദേശമില്ല, സമയമില്ല, ഇതൊന്നുമില്ലാതെ അത്രയും വ്യാപിച്ചിരിക്കുന്ന ആ ബ്രഹ്മതത്വത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ, കാലാതിവർത്തിയായിട്ടുള്ള അതിർവരമ്പുകളില്ലാത്ത, അതാണ് ഈ ആവരണങ്ങളില്ലാത്ത രൂപമെന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മാണ്ടത്തിന് ഒരു രൂപമുണ്ടല്ലോ. ഇവിടെ ഭഗവാൻ ഈ പറഞ്ഞിരിക്കുന്ന, ഭഗവാനെ കൊണ്ട് പറഞ്ഞിരിക്കുന്ന ഈ ഭാവത്തിന് അതിർവരമ്പുകളൊന്നുമില്ല, അതിന് രൂപമില്ല, അത്രയും വിശാലമാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാണ്ടം ഭേദിച്ചതിന് ശേഷമാണ് എല്ലാ ഭാവങ്ങളിലേക്കും പ്രവേശിക്കുന്നതെന്ന് പറയുന്നു. ആ ബ്രഹ്മാനന്ദത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. പരിപൂർണ ജ്ഞാനമൂർത്തിയായിരിക്കുന്ന ബ്രഹ്മാനന്ദ സ്വരൂപത്തെയാണ് അവിടെ ധ്യാനിക്കുന്നത്. ഭാവാതീതം, ത്രിഗുണരഹിതം, ഗുണങ്ങളില്ല, ഭാവങ്ങളില്ല, തത്വമസ്യാദിലക്ഷ്യം, ത്വം അസി, അത് നീ തന്നെ ആകുന്നു എന്ന് പറഞ്ഞു തരുന്നത് ഈ ബ്രഹ്മാനന്ദത്തെക്കുറിച്ചാണ്. ആ ബ്രഹ്മാനന്ദം നമ്മൾ തന്നെയാണ്. ഇനി വേറെ ഇവിടെ ബ്രഹ്മാണ്ടത്തെ പിളർന്ന് അവിടെ പോയിട്ട് മറ്റൊരു ലോകത്ത് പോയിട്ട് അറിയാനൊന്നുമില്ല. നമ്മൾ തന്നെയാണ് ബ്രഹ്മാനന്ദം. നമുക്കത് നമ്മുടെ ബുദ്ധിക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കല്ലിനോട് നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ പോലും മനസ്സിലാവില്ല, കാരണം അതിന് ബുദ്ധിയേ ഇല്ല, വിവേകമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിവേകവും ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷെ അത്രത്തോളം ആഴത്തിൽ ചിന്തിക്കാൻ, അത്രത്തോളം വിശാലതയിൽ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ആ ചിന്തിക്കാനുള്ള ശേഷിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓരോ തലത്തിൽ ചിന്തിച്ച് മേൽപോട്ട് പോയി നമ്മുടെ ആ ജീവാത്മാവിനെ പരിപൂർണതയിലേക്ക്, ബ്രഹ്മാനന്ദത്തിലേക്ക് ലയിപ്പിക്കണം എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. തുടങ്ങിയത് എവിടെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒറ്റ ഇരിപ്പാണ്. അവിടെ അനങ്ങാതെ ഇരുന്നിട്ട്
പത്മാസനത്തിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇരുന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് അവിടെയാണ്. വീണ്ടും ഞാൻ പറയാണ്, നമ്മൾ ഈശ്വരനെ ധ്യാനിക്കുക, നമ്മളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അതാണ് മനസ്സിലാക്കേണ്ടതും. എന്തായാലും ഈ ശ്ലോകം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ശ്ലോകവുമായിട്ട് ഇനി ഒരു ദിവസം വരാം. എല്ലാവർക്കും നമസ്തേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ